പിന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോവാം. ആയോട്ടാ. ഷായേട്ടൻ പതിവ് പോലെ തന്നെ പറമ്പില് ഷായേട്ട കളയും കാര്യങ്ങളൊക്കെ ആയിട്ടൂടി ഉണ്ട് കേട്ടാ. ഇന്നിപ്പോൾ ഷായേട്ട് ചെയ്യുന്നത് എന്തിട്ടെന്നറിയൂ, നമ്മുടെ മുളകിന് കോഴിക്കാട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് മണ്ണും ഒക്കെ ഇട്ട് കൊടുക്കില്ലാട്ടോ. അപ്പോൾ കോഴിക്കാട്ട് ഇടുമ്പോൾ നമ്മൾ എപ്പോഴായാലും കട തൊടാതെയാണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ മണ്ണിട്ട് കൊടുക്കുക ചെയ്യാം. നമ്മുടെ ചക്കൊരെണ്ണം അവിടെ അത് നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആദ്യം അത് പോയിട്ട് ആക്കിക്കോ. എനിക്ക് ഇങ്ങോട്ട് വരുമ്പോ കുടിക്കുന്ന വരുന്നുണ്ട് സ്മെല്ല്. നമ്മുടെ രണ്ടാമത്തെ ചക്ക അത് കാരണം കളയുന്നില്ല. എന്നുവെച്ചാൽ ഇപ്പൊ ഒരു അപൂർവസ്ഥ ചക്കപ്പഴുത്ത് കിട്ടാന്ന് പറഞ്ഞാൽ അത് പോയിട്ട് ആദ്യം നീ മുളകൊന്ന് നോക്കിയേ, ഭംഗി ചെറിയ തയ്യ 5-6 ഫുള്ള് ഇതങ്ങനെയാട്ടാ. 50 കടയുണ്ട്, ഒരു 4 കടകളും പോയി. എന്നാലും 10-46 കടയുണ്ട്. ഇത് ഒക്കെ ഒറ്റ മുളക, ഒറ്റ തരം, നല്ല ഭംഗി കാണാൻ. അപ്പം അങ്ങനെ നമുക്ക് രണ്ടാമത്തെ ചക്കയും പഴുത്ത് കിട്ടി. ചക്ക ഇപ്പൊ തന്നെ വെട്ടാതെ വെച്ചിട്ടാ. കാരണം ഷായേട്ടൻ്റെ ചക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഷായേട്ടൻ എന്തെങ്കിലും പറമ്പിൽ കളയ്ക്കുന്നുണ്ടല്ലോ, അപ്പൊ അങ്ങോട്ട് പറിച്ചു കൊണ്ടുപോകാന്ന് വെച്ചിട്ടേ. മോളെ, ഞാൻ കൈമിന്നാവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ വെളിച്ചെണ്ണ പറ്റുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമെന്ന് അറിയാം, എങ്കിലും ഞാൻ പറഞ്ഞു നോക്കാം. ഇതൊക്കെ കളറ് ഇതിപ്പോ നമ്മള് ഇനിയിപ്പോ നാളെ വെട്ടണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നല്ല കളർ വരും കേട്ടോ. ഇപ്പൊ നമ്മളിത് എന്താ പറയാ, നന്നായിട്ട് പഴുത്തിട്ടില്ല, എങ്കിലും നല്ല മണം വന്ന കാരണേ തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിന്റെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടോ, മടലില് ഭയങ്കര കനം കുറവാ. നമ്മൾ പിന്നെ ചക്കക്കുരു ഒന്നും കളയില്ല കേട്ടോ. ചക്കക്കുരു എല്ലാതും നമ്മൾ ഉപയോഗിക്കും. ഇപ്പൊ തുടക്കായ കാരണം കേട്ടോ, കുറയ്ക്കുക അപ്പൊ പിന്നെ നമ്മള് കളഞ്ഞു തുടങ്ങും. ഇപ്പോഴത്തെ പുതിയത് കിട്ടണ ചക്കക്കുരു കളയില്ല. പിന്നെ ഇത് ഷായത്തിന് കൊണ്ടുകൊടുക്കട്ടെ. ഒപ്പം ഞാനിത് അടക്കളയിൽ എടുത്ത് വെച്ചിട്ട് ഇത് കൊണ്ടുകൊടുക്കാൻ പോകുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇത് വല്ലത് വന്നിങ്ങനെ കൊഴിഞ്ഞാലോ. നല്ല കളറുണ്ട് അല്ലേ? ആ പഴയ കളറല്ലേ, അടിപൊളി സാധനം. കൈമ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ നമ്മുടെ ഈ ചക്ക. ഞാൻ മുന്നേ പറഞ്ഞാൽ വീണ്ടും വീണ്ടും എടുത്ത് പറയാത്ത. ഇനിയിപ്പോ നാളേക്ക് ഒന്നും കൂടി ഇത് പഴുക്കുമ്പോ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും ചേട്ടാ. നല്ല കളറും കൂടി ഒന്നുകൂടി വരും. ഇന്ന് നമ്മളുണ്ടല്ലോ, അപ്പൊ ഞാൻ 2 തരത്തിൽ ഇരുമ്പൊടി പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒരു തരം എന്ന് പറയുന്നത് കണ്ട ഇതേപോലത്തെ പിന്നീട് ഈ ചെറിയ ഇതേപോലത്തെ ഇരുമ്പുളിയാണ് ഒരു തരം പൊട്ടിച്ചെടുക്കുന്നത്.
പിന്നെ ഒരു തരം പൊട്ടിക്കണത് ഇതേപോലത്തെ വലുതിട്ടാ. അപ്പൊ ഇപ്പൊ ഈ 2 തരം നോക്കി ഞാൻ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ നോക്കിയാ ഇത്രയും നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ എന്നിട്ടാണെങ്കിലേ നമ്മുടെ ഈ ഇരുമ്പമ്പുളിയുടെ ഈ കറുത്ത ഈ പൂവൊന്നും പാടില്ല കേട്ടാ. ഇതേപോലെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ആക്കിയെടുക്കണം എല്ലാതും. ഇനി നമുക്കുണ്ടല്ലോ കുറച്ച് മുരിങ്ങല പൊട്ടിക്കണം കേട്ടോ. മുരിങ്ങല പൊട്ടിച്ചിട്ടുള്ളത് ഇന്ന് നമ്മള് മുരിങ്ങല തോരനെ വെക്കുന്നുണ്ട്. ഇനി നമ്മുടെ കുക്കുമ്പർ അവിടെ ഉണ്ടായിരുന്നിട്ടുണ്ട്. അപ്പൊ അതിന് പൊട്ടിച്ചെടുക്കും. ഇതാണ് കേട്ടോ നമ്മുടെ കുക്കുമ്പർ. അപ്പൊ ഇതിന്റെ താഴേലായിട്ടാണ് ഇപ്പൊ ഉണ്ടായി നിക്കണവര് ഇതാ. അടി തന്നെ ഉണ്ടാവേ. ഉണ്ടായി തുടങ്ങുമ്പോഴേ നന്നായിട്ടുണ്ടാവും. ഇത് ഹൈബ്രിഡ് ഇനത്തിൽ പെട്ടിട്ടുള്ള കുക്കമ്പറായ കാരണമായിട്ട് ഇതേപോലെ താഴെ തന്നെ ഉണ്ടാവണേ. അപ്പുറത്തേക്ക് കടന്നിട്ട് പൊട്ടിക്കാം. അത് കിടക്കട്ടെ അതിനുള്ളിൽ. എന്തിന് നീളാ നോക്കിയേ. നാളെ പൊട്ടിച്ചാൽ മതി. അയ്യ കളി പൊട്ടിക്കാം. അയ്യോ അവിടെ കൂടെ ഒരാളുണ്ട്. ഓരോരുത്തരെ പൊട്ടിച്ചെടുക്കുമ്പോൾ ഓരോരുത്തരെ കാണണ്ടേ. കാരണം ഇലയുടെ കളറും നമ്മുടെ കുക്കമ്മന്റെ കളറൊക്കെ ഏതാണ്ട് ഓരോ പോലെയാണ്. ഇനിയിപ്പോ എന്നിട്ടാണെങ്കിൽ നമ്മള് ചോപ്പിച്ചീരും കൂടി അരിഞ്ഞെടുക്കണ്ട് കേട്ടാ. അയ്യോ ഞാൻ കത്തിയെടുത്തില്ല. കത്തി എടുത്തിട്ട് ഇറങ്ങിയിരുന്നു. നമ്മളെ ഇല പൊട്ടിക്കാനോ ഇരുമ്പുളി പൊട്ടിക്കാനോ കുക്കമ്പറൊക്കെ ആയിരുന്നില്ല പൊട്ടിക്കേണ്ട ഇത്. അതുകൊണ്ടാണ് ഞാൻ കത്തിയെടുക്കാണ്ട് ഇറങ്ങിയത്. അപ്പൊ ഇന്ന് നമ്മുടെ എന്താ പറയാ ഉച്ചയിലത്തെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ഫുഡായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാനുണ്ടല്ലോ നമ്മുടെ ആ കുഞ്ഞിരുമ്പോമ്പുളി ഇതാ നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പിന്നെ എടുത്തിട്ടുള്ളത് നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലാതെ തുടച്ചിട്ടുള്ള ഒരു ചെറിയൊരു കുപ്പിയിട്ടാണ്. ആ കുപ്പിയിലേക്ക് നമ്മൾ ഈ വൃത്തിയാക്കി ഇരുമ്പോമ്പുളിയൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് ചെയ്യണമെന്ന് പറയുന്നത് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ വിനാഗിരി ഉണ്ടല്ലോ അതും കുറച്ച് ഒഴിച്ച് കൊടുക്കട്ടെ. വേറെ വെള്ളമൊന്നും ചേർക്കരുത്. ഇത് ഇങ്ങനെ തന്നെ എന്താ പറയുക അടച്ച് വയ്ക്കുക. പിറ്റേ ദിവസം തൊട്ട് തന്നെ നമുക്കത് ഉപയോഗിച്ച് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരുമ്പുളി ഇതേപോലെ ഇട്ടത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ കുറയുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ കഴിക്കാറുണ്ട് കേട്ടോ. വേറെ കുഴപ്പമൊന്നും നമുക്ക് ഉണ്ടാവാറൊന്നുമില്ല കേട്ടോ. നല്ല തന്നെയാണ് ഇത് കഴിക്കുമ്പോൾ കേട്ടോ. ഇത് നമ്മുടെ ക്യാരറ്റ് ഇട്ടാ. ഇപ്പൊ ഈ ക്യാരറ്റിന്റെ ഇടയില് മുളച്ച് നിൽക്കുന്നത് മുഴുവൻ ചീരയാണ്. അപ്പൊ ഞാനാണെങ്കിൽ നല്ല ചീരത്തൈകളായ കാരണം എനിക്കാണ് എല്ലാം വലിച്ചു കളയാൻ തോന്നണില്ല. അപ്പൊ കുറച്ച് വലിച്ചിട്ട് ഒരു ഭാഗത്തൊന്നും നടാനായിട്ടാണ് ഞാൻ പോണേട്ടാ. കാരണം നമുക്ക് ചീര തന്നെ മുളക്കുണ്ടെങ്കിലും ഇവരൊരു കട എടുത്തിട്ട് നടുമ്പോഴേ അതിൽ നിൽക്കുന്നത് വേറൊരു ഭംഗിയാണ്. അങ്ങനെ കുറച്ച് പേരെ പറിച്ച് നടണം. ബാക്കിയുള്ളവരെ
ഞാൻ എന്തേലും സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കണക്കങ്ങളൊപ്പം എന്റെ സൗണ്ട് കേട്ട തിരിച്ച് സംസാരിക്കും. അതാണ് ഇപ്പൊ ഒരു കുഴപ്പം. ഞാൻ പറയുന്നത് കാരണം കേൾക്കാൻ തന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടെന്ന് ഇപ്പൊ പറഞ്ഞു തുടങ്ങി. അപ്പൊ ഞാനിപ്പോ ഇതിനിടയിൽ പറഞ്ഞു തന്നിട്ടാണെങ്കിൽ അതുകൊണ്ട് നല്ല ചീരത്തൈകളെ പറിച്ചു നട്ട് ബാക്കിയുള്ളവരെ നമ്മള് കളയൂട്ടാ. കണ്ട നമ്മുടെ കയറ്റ തൈയൊക്കെ എത്രയും വലുതായിട്ടുണ്ട്. ഇടയിൽ ഓരോ പുല്ലുണ്ട്, അതും ആദ്യമൊക്കെ ഒന്ന് കളയട്ടെ ഞാൻ. ഈ തട എന്തായാലും ഒരു ഭംഗിയാക്കി എടുക്കണം. അപ്പൊ ഈ കൊള്ളര് ഇങ്ങനത്തെ കൊള്ളരാകുമ്പേ എന്നാ നിങ്ങളൊന്ന് ശല്യം ചെയ്യാണ്ടിരിക്കടാ. നമുക്കിങ്ങനെ കുത്തിയെടുക്കാനായിട്ട് എളുപ്പമാണ്. മണ്ണടക്കം കിട്ടും. അപ്പൊ കണ്ട ഇതേപോലെ കൊണ്ടുവച്ചാ മതി. അപ്പൊ ഒരു വാട്ടമില്ലാണ്ട് ഉണ്ടായി കിട്ടേ. അല്ലോ എന്റെ അല്ലു ചൂക്കിട് പണി എന്തേലും ചെയ്യാതെ അപ്പാള് ചുറ്റിപ്പറ്റി നിക്കണം. അപ്പൊ എനിക്ക് ചീരത്തൈ നടാനുള്ള സ്ഥലം ഷായിട്ട് റെഡി ആക്കിയിട്ട് തന്നിട്ടുണ്ട് കേട്ടാ. ഈ ഒരു കട്ടയിലാണ് നടണേ. നമ്മളുണ്ടല്ലോ നല്ല ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചീരത്തൈ നടണത്. അതെന്താണെങ്കിൽ ഈ ചീരത്തൈയുടെ ഇടയിലായിട്ട് നമ്മൾ പച്ചമുളക് തൈ നട്ടു കൊടുക്കും. അപ്പോൾ പച്ചമുളക് തൈക്ക് കേട് വരവ് നമുക്കിവിടെ കുറവാട്ടാ. നന്നായിട്ട് വളർച്ച കിട്ടാറുണ്ട്. അപ്പോൾ അത് നോക്കി നോക്കിയോളൂ എല്ലാവരും. ഇവിടെ കുഴപ്പമില്ല, നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പം നമ്മൾ ചീരത്തൈ നട്ടല്ലോ. ഇനി ഇതിൻ്റെ ഇടയിൽ നമ്മൾ മുളകും തൈ നടാൻ പോകുന്ന പറഞ്ഞില്ലേ. ഇനി അത് നടാട്ടെ നമുക്ക്. നമ്മളുണ്ടല്ലോ ഈ സ്ഥലം കുമ്മായും കോഴിക്കാട്ടം കൂടി ഇട്ടിട്ട് എന്താ പറയുക ഒരാഴ്ചയൊക്കെ ഇട്ടിട്ടുള്ളതാട്ടോ. നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ കുമ്മായും ഇതേപോലെ തന്നെ കോഴിക്കാട്ടം ഒക്കെ ഇടുന്നൊരു വീഡിയോ വന്നിട്ടുണ്ട്. മണ്ണിങ്ങനെ മിക്സ് ചെയ്യുന്നത്. ഇനിയൊന്ന് നമ്മൾ നനച്ചു കൊടുക്കണം കേട്ടോ. അപ്പം ഇതേപോലെ നമ്മൾ നന്നായിട്ട് കണ്ട മണ്ണൊക്കെ നന്നായി നനച്ച് കുതിർത്തി. അപ്പോൾ ഒരു വാടാണ്ട് ഇതേപോലെ തന്നെ നിന്നോളൂ. കാരണം നമ്മുടെ ചീരയിടയ്ക്ക് സ്വതവ വേര് പിടിച്ചിട്ടുള്ള ഒരു മണ്ണടക്കാനുള്ള വെച്ച് നോക്കണേ. അപ്പോൾ ഒരു വാട്ടം വരില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ നമ്മുടെ എന്താ പറയുക കാറ്റിൻ്റെ ഇടയിലത്തെ കുറച്ച് പുല്ലും ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഇങ്ങനെ നമ്മുടെ കാറ്റിൻ്റെ തല ഇങ്ങനെ ഒതുക്കി പിടിച്ചിട്ട് വേണം പുല്ലൊക്കെ ഒന്ന് വലിച്ചെടുക്കാൻ. അത്
നമ്മളുണ്ടല്ലോ പേടിച്ചിട്ട് വേണം ഇവരെ കടക്കരുത് പുല്ല് വരിക്കണെങ്കിൽ. കാരണം ഇവര് തണ്ടിനൊന്നും തീരെ ബലമില്ല. അപ്പതാ ഇവിടെ എന്തായാലും വൃത്തിയായി. ഇനി ഈ ഒരു ഭാഗത്ത് കുറച്ച് പുല്ല് പടർന്ന പുല്ലുകളുണ്ട്, അതും കൂടി ഞാൻ ചെത്തി കളയട്ടെ, അല്ലെങ്കിൽ ഇവരെ അങ്ങോട്ട് കയറും. അപ്പൊ അങ്ങനെ എൻ്റെ കയറ്റം നല്ല ഭംഗിയായിട്ടാ. കാരണം ഈ പടർന്ന പുല്ലിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്നായിരിക്കും ഈ കറുക പോലത്തെ പുല്ലില്ലേ, ആ സൈസ് പുല്ലാണേ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇനി ഇതേപോലെ തന്നെ നമ്മള് ഇപ്പുറത്ത് നോക്കിയേ കയറ്റി തൈ തന്നെയാണ് വെച്ചു കൊടുത്ത് നോക്കണേ. അപ്പൊ ഇവരുടെ കടക്കിലായിരുന്നു ആ പുല്ലുകൾ വരുന്നുണ്ട്, അതും കൂടി വലിച്ചെടുക്കട്ടെ ഞാൻ. ഇപ്പൊ അവിടുത്തെ നമ്മൾ മുന്നേ കയറ്റ് തൈകൾ കാട്ടി വന്നില്ലേ, അതും ഇതേപോലെ ആയിരിക്കുമ്പോൾ പുല്ലൊക്കെ വലിച്ച് കളഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ വളർത്തി കൊണ്ടുവന്നത്. പക്ഷെ അത് ഇന്നിപ്പോൾ പുല്ല് വലിച്ചാലും 2 ആഴ്ച കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും കാണാം ഇങ്ങനെ പുല്ല് മുളച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ പിടിക്കാറാവുമ്പോൾ തൊട്ട് വലിച്ചു തുടങ്ങും. ഇങ്ങനെ കഴിഞ്ഞ വർഷം എനിക്ക് ഞാൻ സംസാരിക്കാം ഇനി തിരവ് ഉണ്ടാണ്ടിരിക്കോ. കഴിഞ്ഞ വർഷം നമ്മൾ ഇതേപോലെ കാറ്റ് നട്ടിട്ട് നന്നായിട്ട് നമുക്ക് കാറ്റ് ഉണ്ടായിട്ടാ. വിളവെടുപ്പിന്റെ അപ്പൊ അന്നത്തെ വിളവെടുപ്പിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കാട്ടാ. അപ്പൊ ഇത് നമ്മുടെ പുല്ല് വലിച്ചു കഴിഞ്ഞു. ഇതേപോലെ തന്നെ ആ തടത്തിന്റെ ചുറ്റും കുറച്ച് പുല്ലുണ്ടായിട്ട് നമ്മൾ ചെത്തി നീക്കലോ, അതേപോലെ തന്നെ ഈ തടത്തിന്റെ ചുറ്റും കുറച്ച് പുല്ലുണ്ട്, അതുകൊണ്ട് ചെത്തത്തിന് നമ്മൾ ചെത്തി ഇങ്ങനെ കൂട്ടിലോ ഇതിലത്തെ പുല്ല് മാത്രം കുടഞ്ഞെടുക്കുള്ളൂ കേട്ടോ. മണ്ണ് ഇവിടെ തന്നെ ഇടുക നമ്മള്. ഈ മണ്ണ് ഒക്കെ നമ്മൾ ഈ കാറ്റിന്റെ കടക്കിലേക്ക് ഷായിട്ട് ഫ്രീ ആവുന്ന സമയത്ത് കടക്കിലേക്ക് മണ്ണ് ഇടണം, അതൊക്കെ കോരി അങ്ങോട്ട് ഇടും. ഈ പുല്ല് എൻ്റെ കൂടെ പറമ്പിലത്തെ പണിക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അല്ലു കിടന്ന് ഉറങ്ങി തുടങ്ങും. അവൾ ഉറങ്ങി തുടങ്ങി, അവൾക്ക് അറിയാം എൻ്റെ പണി കഴിഞ്ഞ് പെട്ടെന്നൊന്നും ഞാൻ അകത്തേക്ക് കയറില്ലാന്നേ. ഇനി നമുക്കുണ്ടല്ലോ പാചകത്തിലേക്ക് പോണേക്കാളും മുന്നേ കുറച്ച് പേരോട് ഹായ് പറയാനുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ചേച്ചിമാരോടാണ് ഹായ് പറയാനുള്ളത്. അപ്പോൾ ബീന രാധാകൃഷ്ണൻ ഹായ് ബീനേച്ചി, അനിത ന്യൂയോർക്ക് ഹായ് അനിതേച്ചി, ഹായ് കലാമണിയേച്ചി. എനിക്ക് അനിയത്തിമാരോടാട്ടാ ഹായ് പറയാനുള്ളത്. അപ്പോൾ റസീന സലീം ഹായ് റസീന. ടിനു മകൻ അബിയും കൂടിയിട്ട് ഒരു ചാനലുണ്ട് കേട്ടോ. അപ്പോൾ മമ്മി ആൻഡ് മീനാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ ചാനലിനാണ് ഞാൻ ഹായ് പറയുന്നത്. ഹായ് മമ്മി ആൻഡ് മീ.
ഇന്ന് ഞാനുണ്ടല്ലോ പാചകത്തിലേക്ക് പോണേക്കാളും മുന്നേ ഒരാളെ പരിചയപ്പെടുത്താം കേട്ടാ. അപ്പൊ ഇത് മണിക്കുട്ടൻ എന്ന് പറയുന്നത് ചേട്ടന്റെ മകളുടെ കുട്ടിയാണ്. അപ്പൊ കളിയുടെ ഇടയിൽ ആളെന്റെ അടുത്തേക്ക് ഒന്ന് ഓടി വന്നിരിക്കാട്ടാ. അപ്പൊ മണിക്കുട്ടിന്റെ ശരിക്കുള്ള പേരുകൾ കൊടുത്തേ. ശ്രീറാം, നമ്മുടെ കൺമണിക്കുട്ടിയുടെ ആന്റിയുടെ മകൻ ട്ടാ. ഇനി നമ്മുടെ പാചകത്തിലേക്ക് പോവാം. അപ്പൊ അതായത് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് കുക്കുമ്പർ കൊണ്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മുരിങ്ങയില തോരൻ, ചക്കക്കുരും ചീരി ഉപയോഗിച്ചിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടി, ഇരുമ്പമ്പുളി കൊണ്ടുള്ള ഒരു കറി. അപ്പൊ നമുക്ക് ഇനി ഇതാ കറി വെക്കാം കേട്ടാ. അപ്പൊ നമ്മുടെ മണിക്കൂട്ടൻ എന്നോട് പറഞ്ഞു നോക്കണേ, ഈ കറികളൊക്കെ കൂട്ടി ചോറുണ്ടിട്ട് എൻ്റെ അടുത്ത് പൂവുള്ളത് പറഞ്ഞു കേട്ടോ മണിക്കൂട്ടൻ. അപ്പൊ നമ്മൾ ആദ്യം വെക്കുന്നത് നമ്മുടെ ഇരുമ്പമ്പുളി കൊണ്ടുള്ളൊരു കറിയാണ്, അതായത് മീനില്ലാത്തൊരു മീൻ കറി. അപ്പൊ ഞാനിത് അതിലേക്ക് നമ്മൾ നുറുക്കി വേണമെന്ന് ഇരുമ്പമ്പുളി ഇട്ട് കൊടുക്കണം. പിന്നെ ഇരുന്നത് അയ്യോ കയ്യിൽ നിന്ന് വീണേനെ 2 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചിടാ ചെറുതാക്കി നുറുക്കിയിട്ടുള്ള ഇഞ്ചി കേട്ടോ. നമുക്ക് ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ അവിടെ ഈ കാക്കയും കിളികളൊക്കെ ഉള്ള കാരണം സൗണ്ട് എല്ലാവർക്കും ഒരു പ്രശ്നമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു രക്ഷയില്ല, അത് അവരെ ഓടിപ്പിക്കാനേ. ഇനി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പില കേട്ടോ. അപ്പം ഇതാ 2 കതിര് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എരിവിനൊക്കെ അനുസരിച്ച് അപ്പോൾ ഞാനിതാ 1 ടീസ്പൂണും ഒരു കുറച്ചും കൂടി, അപ്പോൾ അതായത് ഒരു 1.25 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതാ മല്ലിപ്പൊടി ഇതാ 2 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് അത്രയില്ല അത്രയും മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിതിലേക്ക് ഉപ്പും പൊടി ഇടുമ്പോൾ പിന്നെ എപ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതിട്ടാ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം, പിന്നെ വേണമെങ്കിൽ ഇടാമല്ലോ നമുക്ക്. ഇനി നമ്മളതിലേക്ക് ചെയ്യണത് ഇതാ ഒരു 3/4 മുറി നാളികേരം ചെരുകിയിട്ടുള്ള പാലാട്ടാ. 1-ാം പാലല്ല, നമ്മൾ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ള പാലാണ്. ഇതൊന്ന് കഴുകി വയ്ക്കാം. എന്താ കുട്ടൻ പറഞ്ഞേ? അതെ അല്ലേ, കുട്ടൻ എൻ്റെ അടുത്ത് ഇരുന്ന് കുറേ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ ഇതാ പാത്രം കൂടി കഴുകിയിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തോളും. അപ്പോൾ ഈ ഒരു അളവിലാണ് നമ്മളിപ്പോൾ കറി ഇതാ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് കേട്ടാ. നമുക്ക് തീ കത്തിച്ച് നമുക്കിതാ മൂടി വെച്ച് വേവിക്കാം. ഇതിൽ ആദ്യം തിളച്ച് വരുന്ന കാണുമ്പോൾ ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ, അല്ലെങ്കിൽ തിളച്ച് പോട്ടാ. ഇനി നമുക്ക് ഇപ്പുറത്ത് ഇതാ ഒരു കല ഞാൻ വെച്ചിട്ടുണ്ട്. ഈ കലത്തിലേക്ക് നമ്മുടെ ചക്കക്കുരു കേട്ടാ. ഇത് ചക്കക്കുരിൻ്റെ മൊരി ഒന്നും കളഞ്ഞിട്ടില്ല, ഇങ്ങനെ കളയണത് നല്ലതല്ലാന്ന് അത്ര നല്ലതാണ് നമ്മൾ ഈ മൊരി വയറ്റിലേക്ക് ചെല്ലുന്നത് കേട്ടോ. ആദ്യമൊക്കെ എൻ്റെ വീട്ടിൽ വെക്കുമ്പോൾ ചെറുപ്പത്തിലിട്ട് ഈ മൊരി ഒക്കെയും കളഞ്ഞിട്ടാണ് വെച്ചിരുന്നത്. ഇപ്പോൾ പക്ഷെ ഇതാരും കളയാണ്ടായി. ഇനി നമുക്ക് ചക്കക്കുരു വേവാനുള്ള കുറച്ച് വെള്ളം വെച്ചെടുക്കാം. ചക്കക്കുരു ഏതാണ്ട് ഇതേപോലെ നന്നായിട്ട് മുങ്ങി കിടക്കാവുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കിതാ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിതാ കുറവ് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടാ. ഇത് മൂടി വെച്ച് നമുക്ക് ഈ അടുപ്പ് കത്തിക്കാം. നമുക്കിതാ തൊട്ടിപ്പുറത്ത് ഞാനൊരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. തീ കത്തിച്ച് നമ്മുടെ ചീനിച്ചട്ടി ഇത് അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ ചീനിച്ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. നമ്മുടെ ചീനിച്ചട്ടി നോക്കിയാൽ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടോ. നമ്മുടെ നോക്കിയാൽ ഇരുമ്പുമ്പൊടി ഇട്ടിട്ട് ആദ്യം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒന്ന് ഇളക്കിയിട്ട് തീ കുറവിൽ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഔട്ട് ഈ കറിയൊക്കെ. ഒപ്പം നമ്മൾ നോക്കിയാൽ ഇവിടെ ചീനിച്ചട്ടിയിൽ വെച്ച് നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നോക്കി 2 ടീസ്പൂൺ അരി ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇട്ട് കൊടുക്കാം. ഈ അരി ഒന്ന് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അല്ല ഇതേപോലെ എല്ലാതും പൊട്ടി വറവ് റെഡി വെച്ച് നോക്കിയാൽ നമ്മുടെ അരിയൊക്കെ ഇത് എല്ലാതും വറവ് റെഡി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 2 പച്ചമുളക് കേട്ടോ. എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് വേണമെങ്കിൽ കൂടുതലിടാം. പിന്നെ ഉള്ളി, നമ്മൾ വേറെ എരിവിന് മുളക് കാര്യങ്ങളൊന്നും ഇടില്ല. ഒപ്പം തന്നെ നമ്മൾ നമ്മുടെ ഈ മുരിങ്ങയില ഇട്ട് കൊടുക്കും കേട്ടോ.
മുരിങ്ങയില ഞാൻ കഴുകി വാരിയിട്ടുള്ള മുരിങ്ങയിലയാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് ഉപ്പിട്ടോളോ, കുറവ് ഇട്ടാൽ മതി. കാരണം ഇലയ്ക്ക് വാടി വരുമ്പോഴേ കുറയും. നമുക്ക് നന്നായിട്ട് നിലക്കി കൊടുക്കാം. അപ്പൊ നോക്കിയാൽ നമ്മുടെ മുരിങ്ങത്തോര റെഡി ആയിട്ടാണ്. കണ്ട ഞാൻ പറഞ്ഞില്ല, ഇതായി വരുമ്പോ ഒരു തുണ്ട ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് ആവട്ടോ. കൂടുതൽ നമ്മള് ഈ ഇല കൂടുതൽ വാട്ടരുത്. ഒന്ന് വെന്ത് വരെ വേണ്ട. നമ്മുടെ മുരിങ്ങത്തോര റെഡിയായി. ഇത് നാളികേരൊക്കെ ഇടണമെങ്കിൽ ഇടാം കേട്ടോ, ഇഷ്ടമുള്ളവർക്ക്. ഞാനിപ്പോൾ ഇതിൽ ഇടുന്നില്ല കേട്ടോ. നമ്മുടെ മുരിങ്ങത്തോര റെഡി. ഇനിയിപ്പോൾ നമ്മുടെ ഇരുമ്പുളി കറി നോക്കിയേ. അപ്പം നോക്കിയേ, നമ്മുടെ ഇരുമ്പുളി കറി റെഡി ആയിട്ടാ. ഇനി ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്യണില്ല. ഇത് വന്ന് പതുക്കെ നമുക്കൊന്ന് അങ്ങനെ ഇറക്കി വെച്ചിരിക്കാം. ഇത് കാച്ചണം നമുക്ക്. ഞാനിതാ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ കേട്ടോ. ചീനിച്ചട്ടി ചൂടായി വന്നു. നമ്മളതിലേക്ക് നോക്കിയാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഉള്ളി കാച്ചാനുള്ളതാണ്. അതിലേക്ക് ഞാനിതാ നല്ല വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ള ചുവന്നുള്ളി ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് ഉണ്ടല്ലോ നമ്മുടെ ചക്കക്കുരു ഇവിടെ വെച്ചിട്ട് നോക്കിയാൽ വെന്തിട്ടുണ്ട്. അപ്പം അതേത് പറഞ്ഞാൽ അങ്ങനെ കണ്ട പൊട്ടണേ. അപ്പോൾ വെന്തു. ഇതിലേക്ക് നമ്മളിനി ചെയ്യാൻ പോണത്, നമ്മൾ ഈ അരിഞ്ഞ് വെച്ച ചീര ഉണ്ടല്ലോ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്കറിയാലോ ചീര ഒന്ന് ഇളക്കുമ്പോഴേക്കും അത് കുറഞ്ഞ് പോരും. ചക്കക്കുരുക്കായിട്ട് മിക്സ് ആവണ പോലെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ബാക്കിയുള്ള ചീരക്കിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നതോട് കൂടി തന്നെ നമ്മുടെ ചീര വേവിട്ടാ. കുറേ വേവിക്കണ്ട. കാരണം ഞാൻ പറഞ്ഞല്ലോ, പക്ഷെ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടാണ് കഴിക്കണേ. ചക്കക്കുരു വെക്കുമ്പോഴേ തന്നെ നമ്മൾ ഉപ്പ് ഇട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് ഇളക്കിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. കണ്ട ഇത്രയും ചീരി ഉണ്ടായിരുന്നു. അത് ഇളക്കി വന്നപ്പോൾ കണ്ട ഇത്രയായിട്ട് കുറഞ്ഞു കേട്ടോ. ഇനി ഞാനിതാ ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട്. ഒരാവി കയറുമ്പോഴേക്കും നമ്മുടെ ചീര റെഡി ആവട്ടാ. നമ്മുടെ ഈ ഉള്ളി ഉണ്ടല്ലോ ഒരു ഗോൾഡൻ കളർ ആവണ വരെയാണ് നമ്മളിത് ആക്കിയെടുക്കേണ്ടത് കേട്ടോ. നമ്മുടെ നോക്കിയാ ചീര ഇട്ടിട്ടില്ല, ഒരാവി കയറി കണ്ട, വെള്ളമൊന്നും ഇല്ല കേട്ടാ. ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. ഇനി നമുക്കിതൊന്ന് കാച്ചെടുക്കണം. അപ്പം നമ്മുടെ ഉള്ളി ഇതാ ഇട്ടിട്ട് ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ഇതേപോലെ ആയി വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഒരു കളർ കയറണം കേട്ടാ. അപ്പം നോക്കി നമ്മുടെ ഉള്ളി ഇതാ ഇതേപോലെ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു നുള്ള് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ കറിക്കൊക്കെ ഒരു നല്ലൊരു കളർ കിട്ടും. എന്നിട്ട് നമുക്കിത് എനിക്ക് വെക്കാം. നമ്മുടെ കറി റെഡി കേട്ടാ. ഇനി നമ്മുടെ ചീരയും ചക്കക്കുരും കൂടിയിട്ട് മെഴുക്ക് പുരട്ടിയാണല്ലോ ഉണ്ടാക്കണേ നോക്കിയാൽ. അതിലേക്ക് ഇത് കുറച്ച് ചുവന്നുള്ളി തോട് കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതേ വെളുത്തുള്ളി, അതേപോലെ ഇത് കറിവേപ്പില നോക്കിയാൽ 3 തതിരെടുത്തിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റ് കൂടും കറിവേപ്പില കൂടി കഴിഞ്ഞാൽ. ഇതെല്ലാം കൂടിയിട്ട് ഞാനൊന്ന് ചതച്ചെടുത്തോണ്ടിട്ടെ. അപ്പോൾ നോക്കിയേ ഇതേപോലെയാണ് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിടല്ലോ ഈ ചീനിച്ചട്ടി ഉണ്ട് കേട്ടോ, ചൂടുണ്ട്. തീ കത്തിച്ച് ചീനിച്ചട്ടിയിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കാരണം ചീനിച്ചട്ടി ചൂടായിട്ട് ഇരിക്കണേ. അപ്പോൾ നമ്മൾ ഈ ഒഴിച്ച വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കിട്ടണം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി എനിക്ക് നോക്കിയാൽ നമ്മൾ ചതച്ച് കൊണ്ടു ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുത്തിപ്പൊടി മുളക് ഇട്ട്, അതെ 2 ടീസ്പൂൺ കുത്തിപ്പൊടി മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ ഒരു നല്ലൊരു ഗോൾഡൻ കളർ ആവണ വരെ നമുക്കിത് ആക്കിയെടുക്കാം കേട്ടോ.
നമ്മുടെ മുളകൊക്കെ ഇട്ടിട്ട് ഇതേപോലെ ഒരു നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ചക്കക്കുരു ചീനി ഒഴിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മുളകൊക്കെ എല്ലാവർക്കും ആവേണ്ട പോലെ കേട്ടോ. അപ്പം നോക്കിയാ നമ്മുടെ കറി റെഡി ആയിട്ടാ. ചക്കക്കുരു ചീരി നല്ല ടേസ്റ്റ് ആയിട്ട് അങ്ങനെ വെക്കുമ്പോൾ. ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ഞാൻ ഒരാളെ കൂടി പരിചയപ്പെടുത്തി തരാട്ടാ. ഇന്ദു ഒന്നുണ്ടോ? ഇന്ദു വലിയ ഷായേട്ടൻ്റെ ചേട്ടൻ്റെ മകള് കേട്ടാ. ഇന്ദുവിൻ്റെ മോനെയാണ് ഞാൻ. മണിക്കൂട്ടനായിട്ട് വന്നില്ലേ? മണിക്കൂട്ടൻ വന്നേ. മണിക്കൂട്ടൻ ഇങ്ങനെ കളിച്ച് നടക്കുക. ഒരു വയ്യോ ഇതാ മണിക്കൂട്ടൻ്റെ അമ്മ. അപ്പം ഇനി അങ്ങനെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ജ്യൂസാക്കുണ്ടോ? കുക്കുമ്പർ ജ്യൂസ്. അപ്പം ഇതാ ഒരു ജാറെടുത്തിട്ട് നമ്മൾ കുക്കുമ്പർ ഇതാ തൊലി അടക്കരുത് ഇതേപോലെ വട്ടത്തിൽ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ നമുക്ക് ഇനി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നോക്കിയാൽ ഒരു കഷ്ണം ഇഞ്ചി ഇട്ടാ. അത് കഷ്ണങ്ങളാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടായാലും അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതാ പൊതി. പിന്നെ നമ്മളിതാ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നോക്കിയേ ഞാനിത് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. കാരണം നമ്മൾ തൊലിയൊക്കെ വെച്ചിട്ടാണല്ലോ അടിച്ചു നോക്കണേ. അപ്പം അതൊന്ന് പോവാൻ വേണ്ടി മാത്രം. കണ്ട ഇതധികം കൊറ്റനൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മളിതിങ്ങനെ ആക്കി വരുമ്പോൾ. ഇനി നമുക്കിതിലേക്ക് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ലൊരു അഴവിൽ. പിന്നെ നമ്മളിതിലേക്ക് ഒഴിക്കുന്നത് മധുരത്തിന് തേനാട്ടാ. തേനില്ലെങ്കിൽ ഇപ്പോൾ പഞ്ചസാര ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. മധുരയ്ക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടാം. ഇത്ര ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിതാ ക്ലാസ്സിലേക്ക് ഒഴിച്ചത്. കാണുന്നതിന് വേണ്ടിയിട്ട് ഞാനിതാ 2 കഷ്ണം ഐസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൽ വേണമെങ്കിൽ ആപ്പിളൊക്കെ ഇട്ട് അടിച്ചിട്ടായാലും ആക്കാൻ പറ്റും കേട്ടോ. പക്ഷെ ഇങ്ങനെ ആയാലും നല്ല ടേസ്റ്റാണ്. ജ്യൂസ് റെഡി. ഇനി ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷായേട്ടിനെയും അതുപോലെ ഇന്ദുവിനെയും കുട്ടിനൊക്കെ വിളിച്ചിട്ട് വരാം കേട്ടോ. ഇന്ന് പുതിയ ആളുണ്ട്. നേരത്തെ കണ്ടതായാലും കുഴപ്പമില്ല. അവനെ അറിയില്ലേ? അത് കാരണം ഞങ്ങളിന്ന് 4 പേരും കൂടി ഒരുമിച്ചേട്ട ഭക്ഷണം. പിന്നെ ഞാനേ ചോറ് എടുക്കുമ്പോഴേക്കും നമ്മുടെ ജ്യൂസ് കഴിക്കുക. നമ്മുടെ ഒന്നും ചേർക്കാത്ത ഷായന്റെ കുക്കമ്പർ ജ്യൂസില് ഫ്രഷ് ആണ് ജ്യൂസ്, വേറെ ഒന്നും ചേർത്തിട്ടില്ല. പക്ഷെ ഞങ്ങളുടെയിലൊക്കെ ഞങ്ങൾ കുറച്ചും കൂടി നമ്മൾ മുന്നേ കാട്ടിയേക്കാളും കുറച്ചും കൂടി തേനൊക്കെ ഒഴിച്ചു വിട്ടാ നമ്മുടെ കുട്ടനൊക്കെ കുടിക്കണ്ട പാകത്തിനായിട്ട്. കുടി കഴിഞ്ഞു. നീ ശമിരിക്കണോന്ന്. കുട്ടന്റെ ജ്യൂസ് കുറച്ച് കുടിച്ചേ. ഞാൻ ചോറെടുത്താലോ പറഞ്ഞിട്ട് ഞങ്ങളുടെ ഊണ് കണ്ട. പിന്നെ ഷായിട്ട് നല്ല ഉഷാറായിട്ടാ. കാരണം എല്ലാം ആ പഴയ ഓർമ്മകള് തരുന്ന കുറച്ച് കറികളാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത്. ഈ കറികളെന്ന് വെച്ചാലേ പഴയ കാലത്തേക്ക് പോകും. അങ്ങനത്തെ കറികളാ അവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങളിതാ
എല്ലാവരും ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടോ. നോക്കിയേ നമ്മുടെ കുട്ടികള് നല്ല മോനായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. രസണ്ടാ? അതിൽ നോക്കി പറയോ? കറികളെ പറ്റിട്ട് ഒന്നും പറയാലേ, നോക്കേണ്ട കാര്യമില്ല, കണ്ണടിച്ചിട്ട് ചെയ്യാം. എന്തെയ്യുന്നുണ്ട്? നല്ല രസം. ഫേവറേറ്റ് കറികളാ ഒക്കെ. ഇരുമ്പുളി കറിയിലോ മീനിന് ഇങ്ങനൊക്കെ നല്ല ടേസ്റ്റ്, നല്ല രസമുണ്ട് ഇരുമ്പുളി കറി. വെള്ളം വേണം പിന്നെ നിർത്തല്ലേ കുട്ടാ. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ചെയ്തിട്ടാ.